ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. കുറേ പേര് പറയലുണ്ട് പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിരിഞ്ഞു പോവാറുണ്ട്, അതുപോലെ കയ്പ്പ് വരുന്നുണ്ടെന്നൊക്കെ. ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് ഒരിക്കലും പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പൈനാപ്പിൾ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ള ചെറിയ പൈനാപ്പിൾ ആണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ വലിയൊരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ചെറുതാക്കിയിട്ട് നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കണ്ട. ഈ പഞ്ചസാരയും ഈ പൈനാപ്പിളും കൂടെ ഇതിലുള്ള വെള്ളം തന്നെ മതിയാകും. അപ്പോൾ നന്നായിട്ട് നമ്മൾ സൂഫ്ലൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്, വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ വേവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വരും. പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റൂട്ടോ. നമുക്കിത് നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടുമ്പോൾ വെള്ളവും കൂടെ ഒന്ന് വറ്റി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒരിച്ചിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് ഏകദേശം നേരെ പകുതി ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി നമ്മൾ ഇതേപോലെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞത്. നമുക്കിത് പിന്നീട് നമ്മൾ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പുഡിങ്ങിൽ ട്രേയിലോട്ടൊക്കെ. അപ്പോൾ ഏകദേശം ഒരു പകുതി അല്ലെങ്കിൽ പകുതിയേക്കാൾ ഒരു ഇച്ചിരി കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കണമെന്നില്ല, നമുക്കിതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതാ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. ഒരു പാക്കറ്റ് പാൽ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 15 ഗ്രാമോളം ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരളവിൽ 15 ഗ്രാമാണ് കേട്ടോ. 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും 5 ഗ്രാം പിന്നെ ഒരു 10 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് നേരെ പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുതിർത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് കുതിർത്ത് വെക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത്. ഇനി ഇതിലോട്ട് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ചെറിയ തീയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചൈന ഗ്രാസ്. അതുപോലെ പാലും ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൈനാപ്പിളിൽ മധുരമുണ്ട്, അതുപോലെ മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മിൽക്ക് മെയ്ഡൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇതിലോട്ട് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലും. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ചൈന ഗ്രാസ് നോക്കുക, പാലും ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണ് ചൈന ഗ്രാസ് വെച്ചിട്ടുള്ളത്. പാല് മീഡിയം ഫ്ലെയിമിലോട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം പാലൊന്ന് തിളക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നല്ലോണം കുറക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ചൈന ഗ്രാസ് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുള്ള പാലും തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായി തിളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം നല്ലോണം കുറക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പാലൊരിക്കലും പിരിയൂല. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂടോടെ നമ്മൾ ഈ പാലിലോട്ട് ചേർക്കുമ്പോഴാണ് ചിലപ്പോൾ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ പാൽ പിരിയുന്നത്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും പാൽ തിളച്ച ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് കുറച്ച് വെച്ച ശേഷം ചൈന ഗ്രാസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അരിപ്പയിൽ അരിച്ചിട്ടൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ പിന്നീട് ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സായി കിട്ടിയാൽ മതി. കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. വീണ്ടും തിളക്കണമെന്നില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വലിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 1/4 കപ്പ് നിറച്ച് തന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇനി മിൽക്ക് മെയ്ഡ് ഒരു ടിന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, 1/4 ടിന്നാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ടിന്ന് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1/4 ടിന്ന് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പൈനാപ്പിൾ അരച്ച പേസ്റ്റാണ്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിൽ ബാലൻസ് ഒന്നും വെക്കാതെ
കംപ്ലീറ്റ് വടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ടിന് വേറെ എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കാനില്ല. നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പൈനാപ്പിൾ വേവിച്ച കഷ്ണങ്ങൾ മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവലില്ല. ഈ ഒരു രീതിയിലും കൂടെ ചെയ്തെടുക്കുമ്പോൾ വേറെന്നൊരു ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സമയത്ത് അരിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ പൈനാപ്പിൾ വേവിച്ച കഷ്ണങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടും. നമ്മൾ ഈ ഒരു സമയത്താണ് കേട്ടോ അരിപ്പയിൽ അരിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ചൈന ഗ്രാസൊക്കെ അതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത് അരിപ്പയിൽ അരിക്കാതെ തന്നെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു സമയത്ത് അരിച്ചെടുത്താൽ മതി. ഇപ്പോൾ അത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ട്രേയിലോട്ട് തന്നെ അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു ട്രേയിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച ഈ ഒരു പൈനാപ്പിൾ വേവിച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാനിപ്പോൾ അരിപ്പയിൽ അരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് പൈനാപ്പിൾ വേവിച്ച കഷ്ണങ്ങളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അരിച്ചെടുക്കുമ്പോൾ. ഇനി ഈ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേറെ ചെറിയൊരു കണ്ടെയ്നറിലും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതൊരു മീഡിയം സൈസിലുള്ള ട്രേ ആണ്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പൈനാപ്പിൾ വേവിച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം സെറ്റാകുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ പോവും. പിന്നെ ഇതിലോട്ട് കുറച്ച് പൈനാപ്പിൾ ജെല്ലിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ജെല്ലിയാണ്, ഓപ്ഷണലാണ്, വേണമെന്നില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇതിപ്പോൾ നല്ല പാകത്തിന് സെറ്റായിട്ടുണ്ട്. 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ സമയം വെച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. ഞാൻ 15 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തത് 10 ഗ്രാമിൻ്റെ പാക്കറ്റ്, അതിൽ 10 ഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 8 ഗ്രാമൊക്കെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 15 ഗ്രാം ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കുറച്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല പാകത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു ഇതിൽ വെച്ചതും കൂടെ ഞാൻ ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ ഇങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിലൊക്കെ വെക്കാം, സ്ക്വയർ ആയിട്ടുള്ള ചെറിയ മോൾഡിലോ അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. വലിയ ട്രെയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ ഇതും കൂടെ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. ഇതുപോലെ നിങ്ങൾ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഇഷ്ടമാവും. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്